ദീപകിനെ പറ്റി അപഖ്യാതി പറയുന്നു സുജയ. കൂടെ ഇല്ല, കൃഷ്ണകുമാറിന്റെ കൂടെ. സത്യമാണോ? അത് വെറുതെ പറയുന്നതാണ്. ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു. ദീപകിനെ ഒന്ന് ഒഴിവാക്കി തരുമോ ചോദിക്കാൻ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഞാൻ ദീപകിനോട് പറഞ്ഞു, നിങ്ങൾ വേറൊരു വണ്ടി എടുക്കണ്ട, എൻ്റെ കാറിൽ കയറിക്കോ. രാവിലെ 6:30 മണി തൊട്ട് എൻ്റെ പിന്നാലെയാ. എന്നെ എവിടെയും വിടുന്നില്ല, ചായ കുടിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ദീപകിനോട് ഒരു ചായ വാങ്ങിച്ചു തന്നാൽ ഒന്നിച്ച് കുടിക്കാം. സമയം വൈകിയാലും കാര്യങ്ങൾ ഹാപ്പിയാണല്ലോ. ഹാപ്പിയാണ്. ഞങ്ങള് മെമ്പർഷിപ്പ് കൊടുത്താലും ആലോചിക്കുക ദീപകിന്. പ്രതീക്ഷയാണ്. അല്ല, എത്ര ബൂത്തുകൾ കാര്യമെന്ന് ചോദിക്കൂ ദീപക്. എത്ര ബൂത്തുകൾ എണ്ണം എടുത്തിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ അടുത്ത തവണ തെരഞ്ഞെടുപ്പിന് ദീപകിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചില്ല. കാരണം ഓരോ ബൂത്തുകളും കൃത്യമായിട്ട് BJP പ്രവർത്തകരും കൃത്യമായിട്ട് ഇപ്പൊ ദീപകിന് മനസ്സിലായിട്ടുണ്ട്. 40 ബൂത്തുകളോളം ഇപ്പൊ നിലവിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഏത് മേഖലയിലേക്കാണ് പോകുന്നത്? ഇനി കുന്നത്തുറുമ്പയുടെ യാക്കര ബെൽറ്റാണ്. അത് കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് കയറും. ഇപ്പൊ നിലവിൽ മുനിസിപ്പാലിറ്റി തീർക്കുക, അത് കഴിഞ്ഞാൽ പഞ്ചായത്ത്. ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തിൽ, 2 മണിക്ക് ശേഷം പഞ്ചായത്തിലേക്ക് കയറും. ആ തരത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ ഓട്ടത്തിന്റെ വേഗം വെച്ച് നോക്കുമ്പോൾ സരിനാണ് ഓട്ടത്തിന് സ്പീഡും തോന്നുന്നു അല്ലേ? അതെ, സരിന് നടത്തമില്ല, അതെന്താണെന്നറിയോ? സരിൻ അവിടെ ചെന്ന് എല്ലാവരോടും ഹായ് പറയുന്നു, കൈ കൊടുക്കുന്നു. പക്ഷേ സി കൃഷ്ണകുമാറിന് ആൾക്കാരെ അറിയാവുന്നത് കൊണ്ട് സംസാരിക്കാതെ പോരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇപ്പോൾ ദീപക്കിനും എല്ലാവരെയും പരിചയമായെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. ശരിയാണോ? കുറച്ച് പേരെയൊക്കെ നമുക്കും പരിചയമുണ്ട്. ഒന്നുമില്ലെങ്കിൽ മുഖപരിചയത്തിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. ഇനിയിപ്പോൾ 40 കഴിഞ്ഞ് 180 വൈകിട്ട് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ആളുകളെ, പാലക്കാടുള്ളവരെ നമുക്കും ഒരു ധാരണയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഈ ദീപക് ഷിരൂരിൽ പോയാൽ ഷിരൂരിലെ സ്റ്റാർ ആകും, പാലക്കാട്ട് പോയാൽ പാലക്കാട്ടെ സ്റ്റാർ ആകും. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ആൾക്കാർക്കിടയിലേക്കൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇടിച്ചു കയറി ഒരു സ്വാധീനം ഉണ്ടാക്കുന്നത്? അതിന്റെ ഒരു ട്രിക്ക് എന്താണ് ദീപക്? പ്രത്യേകിച്ച് ട്രിക്കൊന്നും ഇല്ല. അതാ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചേർന്ന് ഒരു ആവേശത്തിലേക്ക് എത്തിയ മൊത്തത്തില് ആവേശത്തിലാണ്. കൃഷ്ണകുമാർ ജയിക്കും. ഇയാൾ മാത്രമേ ഉള്ളൂ പറയാ. ഇത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നമുക്കൊപ്പം നിൽക്കും. അത്ര മാത്രമേ ഉള്ളൂ. വോട്ട് ചെയ്തവർ ഇറങ്ങിയിരിക്കുന്നത്. സാനിയോ, ദീപക് നല്ല ഉയരത്തിൽ നിൽക്കുന്ന ദീപക്കും പൊക്കത്തിൽ അല്പം കുറവാണെങ്കിൽ സാനിയോയ്ക്ക് അതാ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സാനിയോ, ദീപക് അതാ വോട്ടർമാരെ കൊണ്ടുവരുന്നു, അതായത് BJPയിലേക്ക് സ്വാഗതമൊക്കെയാണ് കൃഷ്ണകുമാർ പറയുന്നത്. മെമ്പർഷിപ്പ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. സാനിയോ, എന്താണ് ഇപ്പൊ